പാലക്കാട് ചിറ്റൂർ പുൽപ്പള്ളിയിൽ കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് മരിച്ച സഹോദരങ്ങളായ ആൽഫ്രഡിന്റെയും എമിൽ മരിയയുടെയും സംസ്കാരം അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ നടക്കും. അട്ടപ്പാടി താവളത്തെ ഹോളി ട്രിനിറ്റി ദേവാലയ സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക. പുൽപ്പള്ളി KVM UP സ്കൂളിൽ പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സച്ചിൻ, വലിയ അർത്ഥത്തിൽ നാടിനെ ഞെട്ടിച്ചതാണ്. സംസ്കാരം പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ എടുത്തോ? എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? അജിംഷത്തെ വലിയ വികാരപരമായ ഒരു കാഴ്ച തന്നെയാണ് KVM സ്കൂളിലേക്ക് ആൽഫ്രഡിന്റെയും അതുപോലെ തന്നെ എമിലി മരിയ മാർട്ടിന്റെയും മൃതദേഹം എത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരുമിച്ച് ആൽഫ്രഡും എമിലിയും ഒരുമിച്ചായിരുന്നു KVM സ്കൂളിലേക്ക് എത്തിയിരുന്നത്. LKGയിൽ പഠിക്കുന്ന എമിലിയും അതുപോലെ തന്നെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൽഫ്രഡ്. ഇവരുടെ സഹപാഠികളടക്കം വലിയ ദുഃഖത്തോടുകൂടെ തന്നെയാണ് അവസാനമായി എമിലിയെയും ആൽഫ്രഡിനെയും കാണാൻ വേണ്ടി സ്കൂളിലേക്ക് എത്തിയത്. മാത്രമല്ല, നിരവധി നാട്ടുകാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരും അതുപോലെ തന്നെ സഹപാഠികളായ വിദ്യാർത്ഥികളടക്കം ഈ അവസാനമായി 2 സഹപാഠികളെയും കാണാൻ വേണ്ടി എത്തി. വലിയ വികാരപരമായ ഒരു കാഴ്ച തന്നെയാണ് സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചിറ്റൂർ ഹോളി ഫാമിലി പള്ളിയിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. 15 മിനിറ്റാണ് ഹോളി ഫാമിലി പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം അട്ടപ്പാടിയിലെ താവളത്താണ് മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഉച്ചയോടുകൂടെ ഉച്ചക്ക് 3 മണിയോടുകൂടെ അട്ടപ്പാടിയിൽ മൃതദേഹം എത്തിക്കും. അമ്മ എൽസിയുടെ ജന്മനാട്ടിലാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുക. ഇതിലേറ്റവും വൈകാരികമായ കാര്യം, അമ്മ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി മക്കളെ അമ്മയ്ക്കും അതുപോലെ തന്നെ മൂത്ത സഹോദരിക്കും സാധിച്ചിട്ടില്ല. ഇരുവരും അത്യാഹിത വിഭാഗത്തിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാടിന് നടുക്കിയ സംഭവം ചിറ്റൂർ പുൽപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ളത്. അമ്മയും 3 മക്കളും കൂടെ കാറിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കാർ പൊട്ടിത്തെറിച്ച് ദാരുണമായ അപകടം സംഭവിച്ചത്. അതിൽ 2 മക്കൾ, അതായത് ആൽഫ്രഡും എമിലിനെയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അമ്മയും മൂത്ത സഹോദരിയും നിലവിൽ അത്യാസന്ന വിഭാഗത്തിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ സ്കൂളിലെ പൊതുദർശനം പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ ചിറ്റൂരിലെ പള്ളിയിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയാണ്. വലിയ വികാരപരമായ സംഭവം തന്നെയാണ് പാലക്കാട് ചിറ്റൂർ പുൽപ്പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത്. അതിദാരുണമായ സംഭവം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അജിംഷാ, ഈ ആശുപത്രിയിലുള്ളവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? നിലവിൽ 40% പൊള്ളലേറ്റ മൂത്ത സഹോദരിയും അതുപോലെ തന്നെ അമ്മ എൽസയും ആശുപത്രിയിൽ തന്നെ അത്യാസന്ന വിഭാഗത്തിൽ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു വിവരം മാത്രമാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. വലിയ ഒരു ഗുരുതരാവസ്ഥയിലാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി എന്ന് തന്നെയാണ് നിലവിൽ ആശുപത്രി അധികൃതർ എറണാകുളത്തെ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. പൂർണ്ണമായ സജ്ജീകരണങ്ങളോടെ കൂടിയുള്ള ചികിത്സയാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, പൂർണ്ണമായും ഇവരുടെ ചികിത്സാ ചെലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാവിധ സഹായങ്ങളും സംസ്ഥാന സർക്കാർ ഈ കുടുംബത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നൽകുന്നുണ്ട്. അജിംഷാദ്.